മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്ക്, ഇത് ഏതാണ്ട് മനസ്സിലായല്ലോ. സിമ്മട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? റിഫ്ലക്ഷൻ ആൻഡ് റൊട്ടേഷണൽ, അതായത് റിഫ്ലക്ഷണൽ സിമ്മട്രി ആൻഡ് റൊട്ടേഷണൽ സിമ്മട്രി ആണോ? അത് ടൈപ്സ് ഓഫ് സിമ്മട്രി, എത്ര തരം സിമ്മട്രി ഉണ്ട് നമുക്കൊന്ന് അറിയാൻ പറ്റും. ലൈൻ സിമ്മട്രി, റിഫ്ലക്ഷൻ സിമ്മട്രി, അതുപോലെ തന്നെ എന്താണ് റൊട്ടേഷണൽ സിമ്മട്രി. പിന്നെ ലൈൻ സിമ്മട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്ക്, ലൈൻ ഓഫ് സിമ്മട്രി ഈസ് ദ ലൈൻ അബൌട്ട് വിച്ച് ദ ഫിഗർ മേ ബി ഫോൾഡഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ടു ഷേപ്സ് ആർ ഐഡൻറ്റിക്കൽ ഓർ കോൺഗ്രുവൻറ്റ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ അർത്ഥത്തിലുള്ള ഇതാണ്, അതിനെയാണ് പറയുന്നത് ലൈൻ സിമ്മട്രി. ലൈൻ സിമ്മട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിങ്ങനെ വരയ്ക്കുന്നു. ഇപ്പോൾ ഈ ചിഹ്നം വരയ്ക്കുമ്പോഴത്തേക്കും ഇവിടെ ഈ ലൈനിൻ്റെ ഏത് ലൈനാണോ അതിനെ എന്ത് ചെയ്യുന്നത്, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, അതിൻ്റെ അപ്പുറം ഇപ്പുറം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതാണ് എന്താണ് ലീനിയർ സിമ്മട്രി എന്ന് പറയുന്നത്. ടേക്ക് എ പീസ് ഓഫ് പേപ്പർ ആൻഡ് ഫോൾഡ് ഇറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ടു ഹാഫ്സ് ഓഫ് ദി ഫിഗർ കവർ ഈച്ച് അതർ കംപ്ലീറ്റ്ലി. ദിസ് ഈസ് കാൾഡ് സിമ്മട്രിക് ഫിഗർ ആൻഡ് ഫോൾഡഡ് ലൈൻ ഈസ് കാൾഡ് ആക്സിസ് ഓഫ് സിമ്മട്രി. അതിനാണ് എന്ത് പറയുന്നത്? ആക്സിസ് ഓഫ് സിമ്മട്രി. ഏത് ലൈനാണോ അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്, ഏത് ആക്സിസിനെ ബേസ് ചെയ്താണോ റെഫർ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ആക്സിസ് ഓഫ് സിമ്മട്രി. മനസ്സിലായില്ലേ? ഇവിടെ നോക്ക്, ലുക്ക് അറ്റ് ദി ടു ഇമേജസ്. The shape of heart or mask of monkey when folded with a line of symmetry may be vertical or horizontal depending upon the shape of the figure. ഇനി സിമ്മട്രി ഇൻ ജോമെട്രിക്കൽ ഷേപ്സ് ശ്രദ്ധിക്കൂടെ. A line segment is symmetrical about its perpendicular bisector. In the given figure, RS is the line of symmetry that divides the line PQ at O, pulling down a strongholds. ആൻഡ് ബി നോട്ട് എൻഡിങ് ലൈക്ക് ഒക്കെ ഉണ്ട്. നമ്പർ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? KJ, അതുപോലെ ML അല്ലേ? KJ ML, K ആണ് കോമൺ പോയിൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നിനെ സെൻറ്റർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ആർക്ക് വരയ്ക്കുന്നു അല്ലേ? അതുപോലെ ഈ ഗിവൺ ആംഗിൾ ഈസ് സിമ്മട്രിക്കൽ അബൌട്ട് ദ ബൈസെക്ടർ ഓഫ് എൻ ആംഗിൾ. ഇൻ ദ ഗിവൺ ഫിഗർ KM ഈസ് ദ ലൈൻ ഓഫ് സിമ്മട്രി ദാറ്റ് ഡിവൈഡ്സ് ദ ആംഗിൾ LKG ഈക്വലി. മനസ്സിലല്ലേ? KM എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു എന്താണ്? ഈസ് ദ ലൈൻ ഓഫ് സിമ്മട്രി. ഈ ലൈൻ ഓഫ് സിമ്മട്രി, ആക്സിസ് ഓഫ് സിമ്മട്രി എന്ന് പറയും പോലെ KM എന്ന് പറയുന്നതാണ് KLനെയും അതുപോലെ KJനെയും എന്ത് ചെയ്യുന്നത്? സെപ്പറേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ നോക്കൂ, ഈ സിമ്മട്രി നോക്കൂ. ഇപ്പോൾ PQ, അതുപോലെ തന്നെ RS. ഈ RSൻ്റെ PQയുടെയും മിഡ് പോയിൻ്റാണ് O. അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് PQവിനെ ആക്സിസ് ഓഫ് സിമ്മട്രി ആയിട്ട് എടുക്കാം, അതുപോലെ RSനെ ആക്സിസ് ഓഫ് സിമ്മട്രി ആയിട്ട് എടുക്കാം. O ആണ് സെൻറ്റർ. An equilateral triangle exhibit reflection symmetry along each of its internal angle. എന്താണ്? Internal angle bisector. Thus there are 3 lines of symmetry in an equilateral triangle, whereas in an isosceles triangle the triangle is symmetrical about its one angle bisector that contains the 2 equal sides. അതായത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എത്ര ലൈൻസ് ഓഫ് സിമെട്രിയാണ്? 3 ലൈൻസ് ഓഫ് സിമെട്രി. ഇങ്ങോട്ട് നമ്പർ 1, നമ്പർ 2, നമ്പർ 3. ഐസോലോസലസ് ട്രയാങ്കിൾ ആണെങ്കിൽ 1 ലൈൻ ഓഫ് സിമെട്രി ഉള്ളൂ. അതുപോലെ തന്നെ സ്കാലിൻ ട്രയാങ്കിൾ ആണെങ്കിലോ 0 ലൈൻ ഓഫ് സിമെട്രി. എല്ലാ സൈഡും ഈക്വലും അല്ല, എല്ലാ ആംഗിൾ പോലും ഈക്വലും അല്ല. ഇനി നമുക്ക് നോക്കാം, ഈ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ചോദിക്കും. ഇവിടെ നോക്ക്, യു ക്യാൻ വിഷ്വലൈസ് ദ സിമെട്രിക്കൽ പാറ്റേൺസ് ഇൻ സം ഓഫ് ദി ക്വാഡ്രിലാറ്ററൽസ് ലൈക്ക് റോംബസ്, സ്ക്വയർ, ഐസോസലസ്, ട്രപ്പീസിയം, കൈറ്റ് എക്സെട്ര. മനസ്സിലല്ലേ? എ റെക്ടാംഗിൾ ഹാസ് 2 ലൈൻസ് ഓഫ് സിമെട്രി, ഈച്ച് വൺ ഓഫ് വിച്ച് ഈസ് ദ ലൈൻ ജോയിനിങ് ദ മിഡ് പോയിൻറ്റ്സ് ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ്സ്. എ സ്ക്വയർ ഹാസ് എത്ര ലൈൻസ് ഓഫ് സിമെട്രി? 4 ലൈൻസ് ഓഫ് സിമെട്രി. 2 along the diagonals and 2 are the lines that divides a square into 2 symmetrical figures if the line joining the midpoints are taken as the line of symmetry. A rhombus is symmetrical about each one of its diagonal. Isosceles, trapezium and kite have 1 line of symmetry. ഇവിടെ നോക്കാം, സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ നമുക്ക് സ്ക്വയർ എന്നുള്ള അർത്ഥം നോക്കണേ. സ്ക്വയർ ഹാസ് 4 ലൈൻസ് ഓഫ് സിമെട്രി. 1, 2, 3, 4. മനസ്സിലായില്ലേ? 2 ഡയഗണൽ, പിന്നെ അതുപോലെ തന്നെ ലെങ്ത് വൈസും ബ്രെഡ്ത്ത് വൈസും. ലെങ്ത്ത് ബ്രെഡ്ത്ത് എന്നുള്ള അർത്ഥം. പിന്നെ അതുപോലെ തന്നെ 2 ഡയഗണൽസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എത്ര ലൈൻ? 4 ലൈൻ ഓഫ് സിമെട്രി. റെക്റ്റാങ്കിൾ ആണെങ്കിൽ ലെങ്ത് വൈസ് ബ്രെഡ്ത്ത് വൈസ് 2 ലൈൻസ് ഓഫ് സിമെട്രി. അതുപോലെ തന്നെ ഇറഗുലർ ക്വാഡ്രിലാറ്ററലാണെങ്കിൽ 0 ലൈൻ ഓഫ് സിമെട്രി. എ സർക്കിൾ ഹാസ് ഇൻഫിനിറ്റ് ലൈൻസ് ഓഫ് സിമെട്രി. ഉണ്ടോ? സർക്കിളിലാണെങ്കിലോ ഇൻഫിനിറ്റ് ലൈൻസ് ഓഫ് സിമെട്രി. ഇനി സിമെട്രി ഇൻ നേച്ചർ.
നേച്ചർ എക്സിബിറ്റ് സിമെട്രി. ഫോർ എക്സാമ്പിൾ നമ്മൾ ബട്ടർഫ്ലൈയുടെ കേസ് നോക്കുകയാണെങ്കിലോ, ലൈൻ സിമെട്രി ഈസ് വിസിബിൾ ഇൻ ആൾമോസ്റ്റ് എവറി ക്രീച്ചർ ഇൻ നേച്ചർ. എ മാൻ ഈസ് സിമെട്രിക്കൽ സോ ആസ് ഡിഫറെൻറ്റ് ആനിമൽസ്, ബേർഡ്സ് ആൻഡ് ഇൻസെക്ട്സ്. മെനി ഫ്ലവേഴ്സ്, ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ് എക്സിബിറ്റ് സിമെട്രി. സീ ദ ഇമേജസ് വിത്ത് ലൈൻസ് ഓഫ് സിമെട്രി ഇൻ ദം. ബട്ടർഫ്ലൈ, അതുപോലെ തന്നെ ഈ സ്റ്റാർ ഫിഷിൻ്റെ ഈ കാര്യത്തിൽ, അതുപോലെ തന്നെ ലീവ്സ്. ഈ ലീവ്സിൻ്റെ നമ്മളിങ്ങനെ ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ഒരു ആക്സിസ് ഓഫ് സിമെട്രി ആയിട്ടാണ്. ഇനി ലെറ്റേഴ്സ് ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ് വിത്ത് സിമെട്രി. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്, ലെറ്റേഴ്സ് ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ് ഹാവ് ലൈൻസ് ഓഫ് സിമെട്രി അബൌട്ട് ദ ഡോട്ടഡ് ലൈൻസ്. മെനി ആൽഫബറ്റ്സ് ഡോണ്ട് എക്സിബിറ്റ് ദ ലൈൻസ് ഓഫ് സിമെട്രി സോ ഹാവ് നോ ലൈൻസ് ഓഫ് സിമെട്രി. സീ ദി ഇമേജ് ബിലോ ആൻഡ് കൗണ്ട് ദ നമ്പർ ഓഫ് സിമെട്രിക്കൽ ലൈൻസ്. ഇവിടെ നോക്കാം, എക്ക് 1 ലൈൻ ഓഫ് സിമെട്രി ആണുള്ളത്. BCD അല്ലേ, അതിനും എന്താണ്, ഇങ്ങനെ നോക്കുകയാണെങ്കിൽ 1 ലൈൻ ഓഫ് സിമെട്രിയാണ് അല്ലേ, ഹൊറിസോണ്ടലായിട്ട്. ഈ ആണെങ്കിൽ നമുക്ക് വെർട്ടിക്കൽ ലൈൻ ഓഫ് സിമെട്രി എന്ന് പറയാം. എഫിന് അങ്ങനെ ഒരു സിമെട്രി ഇല്ല, ജിക്കും ഇല്ല. അതുപോലെ എച്ചിനും ഐക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൊറിസോണ്ടലും അതുപോലെ വെർട്ടിക്കലായിട്ടുള്ള ലൈൻസ് ഓഫ് സിമെട്രി ഉണ്ട്. നോക്ക് എന്തുകൊണ്ടാണ്, നോക്ക് ഇവിടെ നോക്ക്, ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെയുള്ളതിനാണ് ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ളതിനാണ് വെർട്ടിക്കൽ. അപ്പം പിന്നെ നമ്മൾ കിടക്കുന്ന പൊസിഷന് പറയുന്ന പേരാണ് ഹൊറിസോണ്ടൽ, നിൽക്കുന്ന പൊസിഷന് പറയുന്ന പേരാണ് വെർട്ടിക്കൽ. അപ്പോൾ വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാൾ നിൽക്കുന്നതിനെയാണെന്ന് പറയുന്നത്. നിൽക്കുന്ന പൊസിഷനെ വെർട്ടിക്കൽ എന്നും പറയും, ഒരാൾ കിടക്കുന്ന പൊസിഷനെ ഹൊറിസോണ്ടൽ എന്ന് പറയും. മനസ്സിലായി? അപ്പോൾ വെർട്ടിക്കലുണ്ട്, ഹൊറിസോണ്ടലുണ്ട്. അപ്പോൾ ആൽഫബറ്റ് എച്ചിനും ഐക്കും എന്തൊക്കെയുണ്ട്, ഹൊറിസോണ്ടൽ ലൈൻസ് ഓഫ് സിമെട്രി ഉണ്ട്, അതുപോലെ എന്തുണ്ട്, വെർട്ടിക്കൽ ലൈൻസ് ഓഫ് സിമെട്രി ഉണ്ട്. നേരെ മറിച്ച് ജെക്ക് അപ്രകാരം ഒരു സിമെട്രി ഇല്ല, കേക്കും ഇല്ല. അതുപോലെ തന്നെ എല്ലിനും അപ്രകാരം ഒരു ലൈൻസ് ഓഫ് സിമെട്രി ഇല്ല. കാരണം അതൊരു പിന്നെ എന്താണ്, ഒരു ഈക്വലായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി, മനസ്സിലായില്ലേ, ഒരു ഹൊറിസോണ്ടലോ വെർട്ടിക്കലായിട്ടോ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തൊരു ഫോർമാറ്റിലാണുള്ളത്. ഇനി എമ്മിലാണെന്നുണ്ടെങ്കിൽ നമുക്കെന്താണ്, വെർട്ടിക്കൽ ലൈൻസ് ഓഫ് സിമെട്രിയാണ്. എന്നിലാണെങ്കിൽ അപ്രകാരമില്ല, 0 ലൈൻ ഓഫ് സിമെട്രിയാണ്. ഓക്ക് ഹൊറിസോണ്ടലും ഉണ്ട്, വെർട്ടിക്കലും ഉണ്ട്. ഇങ്ങോട്ടൊക്കെ പീകിനും ക്യൂവിനും ആറിനും എസിനും അതില്ല. ടി ആണെങ്കിലോ അതുകൊണ്ട് ഈ ലൈൻ ഓഫ് സിമെട്രി ഇങ്ങനെ വെർട്ടിക്കലായിട്ട് കട്ട് ചെയ്തത് അപ്പുറത്തും ഇപ്പുറത്തും ഒരുപോലെ ഇരിക്കും. യുവിനും അപ്രകാരം എടുക്കാം, വിക്കും എടുക്കാം, ഡബ്ല്യുവിനും എടുക്കാം, വെർട്ടിക്കൽ ലൈൻ ഓഫ് സിമെട്രി. എക്സിനാണെങ്കിലോ വെർട്ടിക്കൽ ലൈൻ ഓഫ് സിമെട്രി മാത്രമല്ല, ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സിമെട്രി ഉണ്ട്. വൈക്കാണെന്നുണ്ടെങ്കിൽ വെർട്ടിക്കൽ ലൈൻ ഓഫ് സിമെട്രി മാത്രമേ ഉള്ളൂ. അതായത് ഈ ലൈൻ ഓഫ് സിമെട്രിക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഈക്വൽ ആയിരിക്കും എന്ന് അർത്ഥമാണ്. മനസ്സിലായില്ല, അതാണ് അർത്ഥം. ഇസഡ് എന്ന് പറഞ്ഞാൽ 0 ലൈൻ ഓഫ് സിമെട്രി, പ്രത്യേകിച്ച് അങ്ങനെ ഒരു സിമെട്രി. ഇനി അതുപോലെ തന്നെ റിഫ്ലക്ഷൻ സിമെട്രി. റിഫ്ലക്ഷൻ സിമെട്രി ഈസ് ദ ലൈൻ ദാറ്റ് ഈസ് യൂസ്ഡ് ടു സ്പ്ലിറ്റ് ആൻ ഒബ്ജക്റ്റ് ഓർ ഷേപ്പ് ഇൻ ഹാഫ്സ് so that each half reflects the other half. It is also called the mirror symmetry or bilateral symmetry. Lines of symmetry in letters of English alphabet. നമുക്ക് നോക്കാം. Write A to Z on different 26 എന്താണ് different sheets and place each of them in front of a mirror. ഒരു മിററിൻ്റെ മുമ്പിൽ നമ്മൾ വച്ചേക്കുമ്പോഴത്തേക്കും നമ്മൾ ഉപയോഗിക്കുന്ന മിറർ എന്താണ്, കോൺകേവ് മിററും അല്ല, കോൺവെക്സ് മിററും അല്ല. മലയാളത്തിൽ പറഞ്ഞാൽ എന്താണ്, സംരചന ലെൻസ്. മനസ്സിലായി? അതുപോലെ തന്നെ പരിവർജനം, അങ്ങനെ ഇത് രണ്ടുമല്ല. അതായത് പിന്നെ നമ്മുടെ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ലെൻസ് പലതരമുണ്ട്, അതുപോലെ തന്നെ മിറേഴ്സും പലതരമുണ്ട്. ഇങ്ങോട്ടൊക്കെ കണ്ണാടി നോക്കുന്ന മിറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പ്ലെയിൻ മിറർ, സമതല ദർപ്പണം എന്ന് മലയാളത്തിൽ പറയും. അതിന് ഇംഗ്ലീഷ് പറയുന്നവരാണ് പ്ലെയിൻ മിറർ. കണ്ണാടി നോക്കുമ്പോഴത്തേക്കും ആ കണ്ണാടി എന്തല്ല, കോൺകേവ് മിററും അല്ല, കോൺവെക്സ് മിററും അല്ല. പകരം എന്താണ്, ഇത് രണ്ടും അല്ലാത്ത പ്ലെയിനാണ്. ഇത് രണ്ടുമല്ല, അകത്തോട്ട് കുഴിഞ്ഞിട്ടുമില്ല, പുറത്തേക്ക് തള്ളി നിൽക്കുന്നുമില്ല. അങ്ങനെയുള്ള മിററാണ് പ്ലെയിൻ മിറർ എന്ന് പറയുന്നത്. നമ്മൾ നോക്കുന്ന കണ്ണാടിക്ക് പറയുന്ന പേരെന്താണ്, പ്ലെയിൻ മിറർ എന്നാണ് പറയുന്നത്. ഫിസിക്സിൽ അതിനെ പറയുന്ന പേര് പ്ലെയിൻ മിറർ. അങ്ങനെയുള്ള മിററിലേക്ക് സി ആൽഫബറ്റ് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, അതാണ്ട് ഇതുപോലെ ഇരിക്കും. സി ഇങ്ങനെ ഇരിക്കും, മറ്റേ സി ഇങ്ങനെ വളഞ്ഞിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പോൾ പിണറായി വിജയൻ കണ്ണാടി നോക്കുകയാണെങ്കിൽ അയാളുടെ മുഖം കാണുന്ന വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതൊരു മിറർ ഇമേജാണ്, റിഫ്ലക്ഷനാണത്. മനസ്സിലായില്ലേ? VD സതീശനാണെങ്കിലും അതുപോലെ തന്നെ നരേന്ദ്രമോദി ആണെങ്കിലും അങ്ങനെ തന്നെ. മനസ്സിലായില്ലേ? അത് ആര് നോക്കിയാലും എന്താണ്, അവർ കാണുന്ന ഇമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, യഥാർത്ഥ ഇമേജ് അല്ല, വിർച്വൽ ഇമേജാണ്. ഭാവിയിൽ അത് പഠിക്കേണ്ടി വരും. കണ്ണാടിയിൽ കൂടെ നമ്മൾ കാണുന്ന ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, റിയൽ ഇമേജ് അല്ല അത്, അതൊരു വിർച്വൽ ഇമേജാണ്. എന്താണ് വിർച്വൽ ഇമേജ്? പിണറായി വിജയൻ നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ മുഖം കാണുന്ന വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വിർച്വൽ ഇമേജാണ്. റിയലാണ്, ആ വ്യക്തി റിയലാണ്, പിണറായി വിജയൻ റിയലാണ്. പക്ഷേ കണ്ണാടിയിൽ കൂടെ കാണുന്ന പിണറായി വിജയൻ്റെ മുഖം എന്തല്ല, റിയൽ അല്ല, അത് വിർച്വലാണ്. ഇനി അങ്ങനെ ഒരു കാർട്ടൂണായിട്ട് വരയ്ക്കുകയാണെങ്കിൽ അതൊരു കാർട്ടൂൺ കഥാപാത്രമാണ്, അതൊരു ഇമേജിനറിയാണ്.
അതല്ല, പിണറായി വിജയനാണ് ഇറങ്ങിയെന്ന് കാർട്ടൂണൊക്കെ കളിച്ച് കൊണ്ടുവാടേ പന്ത് കൊണ്ടുവാടേ, അങ്ങനെ അത് ഒരു കാർട്ടൂണാണ്, ഒരു അനിമേഷൻ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കമ്പ്യൂട്ടറും മൊബൈലും ഉള്ള ഒരാൾക്ക്, എഡിറ്റിംഗ് ഒക്കെ അറിയാവുന്ന ആൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം, പിണറായി വിജയനെ വെച്ച് നമുക്ക് ഇഷ്ടം പോലെ കാർട്ടൂൺസ് ഉണ്ടാക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ ആ കാണുന്നതൊക്കെ ഒരാളിൻ്റെ ഫിക്ഷനാണ്, ഒരു കഥ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് നമുക്ക് അപ്ലോഡ് ചെയ്യാം. പക്ഷേ യഥാർത്ഥ ആളെന്ന് പറയുന്നത് എവിടെയാണ് ഇരിക്കുന്നത്? അങ്ങേര് സ്കൂട്ടറിൽ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് റിയൽ ആയിരിക്കും. പക്ഷേ അങ്ങേര് കണ്ണാടി കൂടെ നോക്കുന്ന ഇമേജ് എന്തല്ല, റിയൽ അല്ല. ഏത് മനുഷ്യൻ കണ്ണാടി കൂടെ നോക്കിയാലും ആ ഇമേജ് എന്തല്ല, ആ വ്യക്തി ഒബ്ജക്റ്റ് ചിലപ്പം എന്താണ് നമ്മുടെ ബോഡി, അത് റിയൽ ആയിരിക്കും. പക്ഷേ ആ വ്യക്തിയുടെ കണ്ണാടി കൂടെ കാണുന്നതായിട്ടുള്ള ഇമേജ് എന്തല്ല, റിയൽ അല്ല. അത് വിർച്വൽ എന്നാണ് ഫിസിക്സ് പറയുന്നത്. വിർച്വൽ എന്ന് വെച്ചാൽ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സാങ്കല്പികം. പണ്ട് ശ്രീനിവാസൻ അങ്കിളൊക്കെ പറഞ്ഞിട്ടില്ലേ, ഈ കഥയിലെ കഥയും കഥാപാത്രങ്ങളും സാങ്കല്പികമാണെന്ന് അങ്കിൾ പറഞ്ഞിട്ടില്ലേ? അതുപോലെ ഇങ്ങോട്ടോ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാണ്ട് ഇങ്ങനെ ഇരിക്കും, എന്ന് വെച്ചാൽ അത് ഇങ്ങനെ ഇരിക്കും, ദാണ്ട് ഇങ്ങനെ, ഈ എന്നെ ദാണ്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെയല്ല ഇരിക്കുന്നത്, പക്ഷേ ഇവിടുത്തെ എന്നെ അങ്ങനെയല്ല ഇരിക്കുന്നത്, ദാണ്ട് ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ചിത്രത്തിൽ നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ആർ ഫോർ റാബിറ്റ് എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആർ ഫോർ റാറ്റ് എന്നും പഠിച്ചിട്ടുണ്ട് അല്ലേ? കറക്റ്റ് റാറ്റിൻ്റെ എനിമിയാണ് ഇവിടെ ഇരിക്കുന്നത്, ഏത്? ക്യാറ്റ്. കാരണം ക്യാറ്റ് ഭക്ഷിക്കുന്ന ഏതാണ്? റാറ്റിനെയും സ്നേക്കിനെയും അതുപോലത്തെ ചെറിയ ചെറിയ ജന്തുക്കളാണ് അത് ഭക്ഷിക്കുന്നത്, ക്യാറ്റ്. പിന്നെ കുറച്ചും കൂടെ വലിയ ക്യാറ്റാണെങ്കിൽ, പിന്നെ വൈൽഡ് ക്യാറ്റാണെങ്കിൽ അത് കൂടുതലും ഭക്ഷിക്കുന്നത് എന്താണ്? ബിഗ് റാറ്റ്സിനെയും അതുപോലെ തന്നെ ബിഗ് സ്നേക്കിനെയാണ്. ക്യാറ്റ് തന്നെ പലതരമുണ്ട്, സർവാലുണ്ട്, പിന്നെ അതുപോലെ തന്നെ ബോബ് ക്യാറ്റുണ്ട്, പിന്നെ അതുപോലെ തന്നെ പ്യൂമയുണ്ട്, അങ്ങനെ പലതുണ്ട്. ആ ക്യാറ്റിൻ്റെയൊക്കെ മെയിനാണ്, അത് കപ്പാസിറ്റി കൂടിയ ക്യാറ്റാണ്. എന്നാൽ പുലിയല്ല, പുലിയേക്കാളും ചെറുതാണ്, എന്നാൽ ക്യാറ്റിനേക്കാളും വലുതാണ്. C4 ക്യാറ്റ്, അതിൻ്റെ മെയിൻ ആഹാരം ഏതാണ്? റാറ്റും പിന്നെ ചില ക്യാറ്റൊക്കെ, വലിയ ക്യാറ്റൊക്കെ റാബിറ്റിനെ വരെ കൊണ്ടുപോയിക്കളയും. പിന്നെ ചില ക്യാറ്റിൻ്റെ, വലിയ ക്യാറ്റിൻ്റെ ആഹാരം ഏതാണ്? വുൾഫാണ്, ചെന്നായ്ക്കളെയാണ് അത് കൂടുതലും ഭക്ഷിക്കുന്നത്. ഞാൻ ഒരു ക്യൂറ്റ് നോക്കിയപ്പോഴത്തേക്കും അതിശയിച്ചു. ഈഗിളിൻ്റെയും ചില ബിഗ് ക്യാറ്റ്സ്, പുലിയല്ല, പുലിയേക്കാളും കുറച്ച് ചെറുത്, അതിൻ്റെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് ഉൾഫും ഫോക്സുമാണ്, കുറുക്കന്മാരും ചെന്നായ്ക്കളുമാണ്. ഈ പിന്നെ ഇങ്ങനെ പല്ലൊക്കെയുള്ള ചെന്നായ്ക്കളില്ലേ, മനസ്സിലായില്ലേ? അതിൻ്റെ കഴുത്തിൽ കയറി ഒരൊറ്റ പിടിയും കുടിക്കും, കയ്യിലെ നഖം കൊണ്ട്, എന്നിട്ട് ഒരൊറ്റ കടിയും കൂടെ കൊടുത്തിട്ട് അതിനെ കൊന്ന് എടുത്തുകൊണ്ടുപോകും. അപ്പോൾ ഇവിടെ നോക്കുക, ആറെന്ന് പറഞ്ഞ അക്ഷരം എന്ന് വെച്ചാൽ എന്താണ്? റാറ്റ്. അത് ഓർക്കാൻ എളുപ്പമാണ്. ആർ ഫോർ റാറ്റ്, ആർ ഫോർ റാബിറ്റ് എന്നും പറയാം, ആർ ഫോർ റിബൺ എന്നും പറയും. ഇങ്ങോട്ടത് ആ ആറിൻ്റെ രൂപം ഇരിക്കും നോക്കും. മിററിൽ കയറ്റിയപ്പോഴത്തേക്ക് അതിനെ പാടുപെടുത്തി വെച്ചിരിക്കുന്നു. അതിന് നല്ലൊരു ആറായിരുന്നു കേട്ടോ. ഇവിടെ ആറെന്ന് പറഞ്ഞാൽ ഏത്? പുഴ എന്നുള്ള അർത്ഥത്തിലല്ല, നദി എന്നുള്ള അർത്ഥത്തിലല്ല. ഇ ഫോർ എന്താണ്? എലിഫൻറ്റ്. ഇ ഫോർ ഈഗിൾ, ഇ ഫോർ എഗ്, ഇ ഫോർ എലിഫൻറ്റ്. ഈഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പക്ഷികളുടെ രാജാവിനെ പറയുന്നവരാണ് ഈഗിൾ. ഈഗിളിൻ്റെ പ്രത്യേകത എന്താണ്? ഉയരത്തിൽ പറക്കാൻ പറ്റും. മാത്രമല്ല ഉയരത്തിൽ പറഞ്ഞാലും മറ്റ് പക്ഷികൾക്ക് ഓക്സിജൻ കിട്ടാതെ ഒരു ശ്വാസമുട്ടൽ പോലെ ഫീൽ ചെയ്യുമ്പോൾ ഈഗിളിന് ആ ഒരു പ്രശ്നം വരത്തില്ല. ഏതാണ്ട് ഫ്ലൈറ്റ് പറക്കുന്നതിൻ്റെ അടുത്ത് വരെയും ഏതാണ്ട് പറക്കാം. അവിടെ വരെ അത്യാവശ്യം ഓക്സിജൻ ഉണ്ട്, അങ്ങനെ ഒരു ശ്വാസമുട്ട് ഉണ്ടാകത്തില്ല. മനുഷ്യനാണെങ്കിൽ ഇങ്ങോട്ടത് പിന്നെ ഒരു 300 മീറ്റേഴ്സിനൊക്കെ മുകളിലോട്ട് കയറി പോകുമ്പോൾ മനുഷ്യൻ എന്തുണ്ടാവും? തടസ്സം ഉണ്ടാവും. അതുകൊണ്ടാണ് പിന്നെ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ പാരൻസിൻ്റെ പെർമിഷൻ ഇല്ലാതെയൊന്നും അങ്ങ് വലിയ പർവ്വതത്തിലൊന്നും കയറിപ്പോലെന്ന് പറയുന്നത്. കാരണം അവിടെ എന്താണ് കാരണം? ഓക്സിജൻ കുറവായിരിക്കും. മാർച്ചിൻ്റെ പാതി എന്ന് പറയുമ്പോഴത്തേക്കും 16. മാർച്ചിൽ 31 അല്ലേ? 16-ാം തീയതിക്ക് മുമ്പ് 15 ദിവസവും 16-ാം തീയതിക്ക് ശേഷം 15 ദിവസമുണ്ട്. കറക്റ്റ് 16 എൻ്റെ. വേറെ ഒന്നും ഓർക്കണ്ട, യോഹൻ്റെ ബർത്ത്ഡേ ഓർത്താൽ പോരെ. ഓൺ എ ഡോട്ട് ഗ്രിഡ്, മനസ്സിലായില്ലേ? യു ക്യാൻ ഡ്രാ ഡിഫറെൻറ്റ് ഇമേജസ് ആൻഡ് ദെയർ സിമെട്രിക്കൽ ഇമേജ് ഓൺ ദി അതർ സൈഡ്സ്. മനസ്സിലായില്ലേ? ഇവിടെ നോക്ക്. ദിസ് വിൽ പ്രൂവ് ആൻ എൻ്റർടൈനിങ് ആക്ടിവിറ്റി ഫോർ യു ടു ഡ്രോ ദ സിമെട്രിക്കൽ ഇമേജസ് ഓഫ് എ ഫിഗർ. ഫോർ കൺവീനിയൻറ്റ് പർപ്പസ് യു ക്യാൻ യൂസ് ദ ജിയോ ബോർഡ് ടു ഡ്രാ സിമെട്രിക്കൽ ഇമേജസ്. ഇവിടെ നോക്കൂ, വെർട്ടിക്കലായിട്ടുള്ള റിഫ്ലക്ഷൻ. അപ്പോൾ നമുക്ക് നോക്കാം, ഇനി ഭാവിയിൽ ഒരു 8, 9, 10 ആകുമ്പോഴത്തേക്കും പ്രിസം, പിന്നെ അതുപോലെ തന്നെ പിന്നെ ഫിസിക്സിലൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും കോൺകേവ്, കോൺവെക്സ് ലെൻസിൻ്റെയൊക്കെ എക്സ്പെരിമെൻറ്റ് പ്രാക്ടിക്കൽ ലാബിൽ പോയി ചെയ്യേണ്ടി വരും. അപ്പോൾ ഇപ്പോഴേ പറഞ്ഞ് 7ാം ക്ലാസ്സിൽ ഇത് ഉൾപ്പെടുത്തിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അന്നേരം പിള്ളേർ പേടിക്കാതിരിക്കാനായിരിക്കണം. അപ്പോൾ ഭാവിയിൽ ഈ പ്രസത്തിൽ കൂടെയൊക്കെ പ്രകാശം കടത്തി വിട്ടിട്ട് സപ്തവർണ്ണങ്ങൾ, 7 റെയിൻബോ കളേഴ്സൊക്കെ ഫോം ചെയ്യുന്നതായിട്ട് ഉണ്ടാവും.
അത് തിയറി. പക്ഷേ ഇനി ഭാവിയിൽ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ടി വരും. ഇപ്പം കുട്ടു അവിടെ നിന്നപ്പോഴത്തേക്കും 10ാം ക്ലാസ്സിലെ കുറേ സ്റ്റുഡൻസൊക്കെ അവിടെ നിന്ന് എന്തോ സർട്ടിഫിക്കറ്റൊക്കെ പ്രാപിച്ചില്ലേ. അപ്പോൾ അവരൊക്കെ അത് പിന്നെ കഴിഞ്ഞിട്ടാണ് അവിടെ നിൽക്കുന്നത്. നല്ല ഹാർഡ് വർക്കിംഗ് ആണ്. ഇതുപോലെയൊന്നുമല്ല ഫെബ്രുവരിയിൽ എക്സാം ഉണ്ടാവും. നേരെ മറിച്ച് CBSEയിലൊക്കെ ഏതാണ്ട് ഒരു ഫെബ്രുവരി അടുപ്പിച്ചാവും. CBSEയിലൊക്കെ ആകുമ്പോൾ മാർച്ചിലേ വരത്തുള്ളൂ. മാർച്ച് വരും. ഫെബ്രുവരിയിലും വരാം. ഫെബ്രുവരി ഒരു 23 അല്ലെങ്കിൽ ഒരു 25 തീരത്തൊക്കെ രീതി വരാം. സ്റ്റേറ്റിലാകുമ്പോൾ അറിയാമല്ലോ. ഇപ്പോൾ കേരളത്തിലോ തമിഴ്നാട്ടിലോ അതത് സ്റ്റേറ്റ് അവർക്കൊക്കെ ഏതാണ്ട് മാർച്ചിലൊക്കെ ഉള്ളൂ. പക്ഷേ ICSE ആകുമ്പോൾ കുറേ കൂടെ നേരത്തെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് CBSE ആണ്. നിങ്ങൾ 7 പഠിക്കുന്നത് അവർ 9ലാണ് പഠിക്കുന്നത്. പിന്നെ കുട്ടുവിന് ഈ ജോമെട്രിയെ കൊണ്ടെന്ന് ഞാൻ കുട്ടുമോനുണ്ടെന്ന് വേറെ ആളോട് പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 7ാം ക്ലാസ്സിലെ ജോമെട്രി ഉണ്ടാകുന്നു. പിള്ളേരായിട്ട് പെടുത്തുന്ന പാടെന്ന്. കാരണം പിള്ളേർക്ക് ഈ ജോമെട്രിയൊക്കെ അവരുടെ തലമണ്ടയിലോട്ട് ബ്രെയിനിലോട്ടൊക്കെ ഒന്ന് ഉദിച്ച് ആ കൺസെപ്റ്റൊക്കെ മനസ്സിലാക്കി യുക്തിപരമായി ചിന്തിക്കുമ്പോൾ ശ്രീനിവാസനൊക്കെ പറയും പോലെ അന്തർഭാഗത്തെ സജീവമായ ധാര എന്നൊക്കെ പറയത്തില്ലേ, അന്തർധാര എന്ന് പറയുമ്പോൾ ആ അന്തർധാരയൊക്കെ കറക്റ്റായിട്ട് വരണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. പണ്ട് ശങ്കരാടി എപ്പോഴും പറഞ്ഞ പോലെ ഇവിടെ ലൈൻ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുമ്പം അതായത് ഈ ലൈനാണ്. ഈ ലൈനിൻ്റെ ഇപ്പുറം ഈ ഭാഗം, ഈ ലൈനിൻ്റെ അപ്പുറം ഒരു ഭാഗം. ഏതുപോലെ നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാൻ്റെയും ബോർഡർ എടുത്തു കഴിഞ്ഞാൽ ജമ്മു കാശ്മീർ നോക്കുക. ഇങ്ങോട്ട് കാശ്മീരിൻ്റെ സോഷ്യൽ സ്റ്റഡീസ് പഠിച്ചാണല്ലോ. കാശ്മീരിൻ്റെ ആ ഭാഗം ഏതാണ്? പാകിസ്ഥാൻ. കാശ്മീരിൻ്റെ ഈ ഭാഗം പിന്നെ എന്താണ്? ഇന്ത്യ. അപ്പോൾ അങ്ങനെ ഒരു രാജ്യ അതിർത്തിയുണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ് അതിർത്തി നോക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ നെയ്യാറ്റിൻകര കഴിഞ്ഞിട്ട് ഭാവിയിൽ അത് മനസ്സിലാവും. നമ്മൾ ഇവിടെ നിന്ന് ഒരു 32 കിലോമീറ്റേഴ്സ് പോയി കഴിഞ്ഞാൽ പാറശാല എന്നൊരു സ്ഥലമുണ്ട്. ഏത് സ്ഥലം? പാറശാല. ആ പാറശാല കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലമാണ് ഇഞ്ചിവിള എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലം കളിയിക്കാവിള എന്ന് പറയും. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണ്? കേരളത്തിൻ്റെയും തമിഴ്നാട്ടിൻ്റെയും എന്താണ്? ബോർഡറാണ്. പക്ഷേ 1956 മുമ്പ് അതെന്തായിരുന്നു? കേരളത്തിൻ്റെ ഭാഗമായിരുന്നു. കേരള സ്റ്റേറ്റ് രൂപീകരിച്ച സമയത്ത് ആ ഭാഗം എന്ത് ചെയ്തു? തമിഴ്നാട്ടിന് വിട്ടുകൊടുത്തിട്ട് നമുക്ക് നോർത്തിലെ പാലക്കാട് എന്ത് ചെയ്തു? തമിഴ്നാടിന് കോയമ്പത്തൂരിൻ്റെ ഭാഗമായിരുന്ന പാലക്കാട് നമുക്ക് തിരിച്ചു കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു മാപ്പ് നോക്കുമ്പോഴത്തേക്ക് എന്താണ്? ആ ഏത് ലൈനാണോ സെപ്പറേറ്റ് ചെയ്യുന്നത് ആ ലൈനിൻ്റെ അപ്പുറത്തെ ലൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ സ്റ്റേറ്റിൻ്റെ ആയിരിക്കും. ആ ലൈനിൻ്റെ ഇപ്പുറത്തെ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ ആയിരിക്കും. അത് ചിലപ്പോൾ സിമെട്രിക്കൽ ആവണമെന്നില്ല. പക്ഷേ ഇവിടെ ഏതാ നോക്കുക? നല്ല സിമെട്രി ഉണ്ട്. ആ ലൈനിൻ്റെ അപ്പുറം ഒരുപോലെ ഇരിക്കും. ആ ലൈനിൻ്റെ അപ്പുറം ഇപ്പുറം ഒരുപോലെ ഇരിക്കുന്നതിന് നമുക്ക് എന്ത് പറയാം? സിമെട്രി എന്ന് പറയാം. മനസ്സിലായില്ലേ? അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ നോക്കൂ. ഈ മരത്തിനെ നോക്കൂ. ഈ എക്സ്പ്രസ് ട്രീനെ നോക്കുമ്പോഴത്തേക്ക് എന്താണ് കാണുന്നത്? അവർ വരച്ചേക്കുന്ന കൺസ്ട്രക്ഷൻ അനുസരിച്ച് ഒരു വെർട്ടിക്കൽ എന്താണ് പിന്നെ ലംബമായിട്ടുള്ള, അതായത് വെർട്ടിക്കലായിട്ടുള്ള ഒരു സിമെട്രി നമുക്കവിടെ കാണാൻ പറ്റും. അതിനപ്പുറം ഇപ്പുറം എന്തായിരിക്കും? ഈക്വലായിരിക്കും അല്ലേ? അതുപോലെ തന്നെ ഈ പടിക്കെട്ട് പോലത്തെ ഒരു ഇത് നോക്കൂ. അതാണ്ട് ഈ കോഴിപ്പൂവിനെ പോലത്തെ ഈ ഒരു പൂ നോക്കൂ. അതിൻ്റെ അപ്പുറം ഇപ്പുറം എന്തായിരിക്കും? ഏതാണ്ട് ഒരുപോലെയാണ്. അതുപോലെ തന്നെ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഈ മറ്റേ കുതിരയുടെ വായ് പോലെ ഇരിക്കുന്നില്ലേ, അതിൻ്റെ അപ്പുറം ഇപ്പുറം എന്താണ്? ഈക്വലാണ്. വേണമെങ്കിൽ ചിത്രം കൊണ്ട് യോജിപ്പിക്കാം. മറ്റേ അമ്പളിക്കുട്ടിയൊക്കെ യോജിപ്പിക്കും പോലെ വേണമെങ്കിൽ യോജിപ്പിക്കാം. പക്ഷേ കുറച്ച് പിന്നെ പെൻസിലും പേനയൊക്കെ കൊണ്ട് ഇങ്ങനെ ടക്കടക്കോ എന്നൊക്കെ വരയ്ക്കണം. ഇനി ഇവിടെ നമുക്ക് അടുത്ത പോയിന്റ്, സിമ്മട്രി ഓൺ എ ഗ്രാഫ് ഗ്രിഡ്. ഈ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ തന്നെ ഓർത്തോണം, എക്സും വൈയും കൂടെ ചേരുന്നതാണ് ഗ്രാഫ്. ഇനി ഒരു 9th സ്റ്റാൻഡേർഡൊക്കെ എത്തുമ്പോഴത്തേക്കും, നിങ്ങളുടെ 9th സ്റ്റാൻഡേർഡൊക്കെ എത്തുമ്പോഴത്തേക്കും ചിലപ്പോൾ വേണമെങ്കിൽ അവർ 3 ഡയമെൻഷൻ ജോമെട്രിയും കൂടെ ഉൾപ്പെടുത്തും. അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും ഡെപ്ത്തും കൂടെ ഉൾപ്പെടുത്തും. മനുഷ്യനെന്ന് പറഞ്ഞാൽ ഏത് ഫിഗറാണ്? ലെങ്ത്തും ബ്രെഡ്ത്തും മാത്രമല്ല, പിന്നെ ഏത് ഫിഗറാണ് കേട്ടു? മനുഷ്യനെന്ന് പറയുന്നത് പുള്ളിങ് ഡൗൺ ഓഫ്, നമുക്ക് പിന്നെ ബ്രെഡ്ത്ത് ലെങ്ത്തും മാത്രമല്ല ഡെപ്ത്തും എന്ന് പറഞ്ഞൊരു ഫിഗറും കൂടെ ഉണ്ട്, ആഴം കൂടെ ഉണ്ട്. മനസ്സിലായില്ല? നമ്മൾ TVയും കമ്പ്യൂട്ടറും മൊബൈലൊക്കെ കാണുന്ന ഏത് സ്ക്രീനാണ്? 2 ഡയമെൻഷണൽ സ്ക്രീനാണ്. നേരെ മറിച്ച് മൈ ഡിയർ കുട്ടിച്ചാത്തൻ പോലുള്ള സിനിമയൊക്കെ വരുന്നത് പണ്ട് പ്രേം നസീറിൻ്റെയൊക്കെ കാലത്ത് പിന്നെ പണ്ടിങ്ങനെ ഒരു പാട്ടില്ലേ, ആലിപ്പഴം പേർക്കാൻ, ആ പാട്ട് 3D പിക്ചർ എന്നാണ് എന്നെ പറയുന്നത്. വെച്ചാൽ ലെങ്ത്തും ഏതാണ്ട് ഒരു 1988 ആ കാലഘട്ടം. പ്രേം നസീർ ഞങ്ങളൊക്കെ മരിക്കുന്നതിന് ഏതാണ്ട് കുറച്ചുണ്ട്. അദ്ദേഹം ഒന്ന് പറയുകയും ചെയ്തു, എല്ലാവരും കാണണം, ഇത് നല്ലൊരു പിക്ചറാണെന്നൊക്കെ അദ്ദേഹം പറയുകയും ചെയ്തു. പഴയ നടന്മാരൊക്കെ പറഞ്ഞു ഇതാ മലയാള സിനിമ 3Dയിലേക്ക് പോകും. 3D എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ലെങ്ത്തും ബ്രെഡ്ത്തും ഡെപ്ത്തും ഉള്ളതായിട്ടുള്ള ഫിഗേഴ്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിയേറ്ററിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും അതിൽ കൂടെ കടന്നു വരുന്ന പ്ലെയിനും ട്രെയിനും പിന്നെ ഐസ്ക്രീമും ഒക്കെ നമ്മുടെ അടുത്തൂടെ പോകുന്നതായിട്ട് റിയൽ ഒബ്ജക്റ്റ് പോലെ ഫീൽ ചെയ്യും. അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാക്കുന്നതായിട്ടുള്ള ഒരു പിന്നെ പ്രതിഭാസത്തിനെയാണ് എന്താ പറയുന്നത് 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ അത്രയും നല്ല ക്യാമറ, ഒത്തിരി ചിലവുണ്ട് ആ സിനിമകളൊക്കെ സംവിധാനം ചെയ്യണമെങ്കിൽ.
ചില ഫോറിൻ സിനിമകളൊക്കെ 3D ആണ്, മനസ്സിലായില്ലേ? ഇനി ഭാവിയിൽ 3D പ്രിൻ്ററൊക്കെ വരും. 3D പ്രിൻ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് കടയിൽ എടുക്കുന്ന പ്രിൻ്റർ ഏതാണ്? ഒരു പേപ്പർ പോലെയല്ലേ പ്രിൻ്റ് ചെയ്ത് വരുന്നത്. ഇനിയുള്ള പ്രിൻ്റർ എങ്ങനെയാണെന്ന് അറിയാമോ? ലെങ്ത്തും ബ്രെഡ്ത്തും ഡെപ്തും ഒരു ശില്പമായിട്ട് തന്നെ പ്രിൻ്റ് ചെയ്ത് വരും. വേണമെങ്കിൽ നമുക്കൊരു ആപ്പിളിനെ വരെ പ്രിൻ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് ഇൻ്റർനെറ്റിൽ കൂടെ ഒരു ആപ്പിൾ കണ്ടു, ആപ്പിളിൻ്റെ രൂപം ഫുള്ളായിട്ട് ലെങ്ത്തും ബ്രെഡ്ത്തും ഡെപ്തും അതിൻ്റെ തനതായ രൂപത്തിൽ വേണം. അങ്ങനെയാണെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും ഡെപ്തും അത്രയും ഡെപ്തുള്ള ഒരു ആപ്പിളിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പ്രിൻ്റ് ചെയ്തെടുക്കാം. അതിനെയാണ് 3 ഡയമെൻഷണൽ പിക്ചർ എന്ന് പറയുന്നത്. ഒരാളിൻ്റെ ഫോട്ടോന് വേണമെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും ഡെപ്തും ഉള്ള ഒരു സ്തൂപം പോലെ നമുക്ക് എന്ത് ചെയ്യാം? പ്രിൻ്റ് ചെയ്തെടുക്കാം. അതാണ് 3D എന്ന് പറയുന്നത്. 3D എന്ന് പറഞ്ഞാൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഗ്രാഫിൽ നിന്ന് ഒറ്റ വ്യത്യാസം ഏതാണ്? ഇവിടെ ഈ ഗ്രാഫിൽ നമുക്ക് എക്സും വൈയും ഉണ്ട്. നേരെ മറിച്ച് 3D എന്ന് പറയുമ്പോൾ എക്സും ഇസഡും കൂടെ കാണും. എന്ത് കാണും? എക്സും വൈയും ഇസഡും കൂടെ കാണും. മനസ്സിലായില്ലേ? പിന്നെ ഒരു കാര്യം ഇപ്പോഴും ഓർക്കുക, പിന്നെ നമ്മളിവിടെ ഈ പ്രപഞ്ചത്തിലായിരിക്കുമ്പോഴത്തേക്കും നമുക്ക് പല ഡയമെൻഷൻസ് ഉണ്ട്. ഏതാണ്? ഒരു വസ്തുവിനോ ഒരു സചേതനമോ അചേതനമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവിങ്ങോ നോൺ ലിവിങ്ങോ ആയിട്ടുള്ള ഒരു വസ്തുവിന് ലെങ്ത്തും ബ്രെഡ്ത്തും ഡെപ്തും ഉണ്ടില്ലെന്ന് പറയുന്നില്ല. പക്ഷേ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, ടൈം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റും കൂടെ ഉണ്ട്. അതുകൊണ്ട് ടൈമിനെ പറയുന്നവരാണ് 4th ആക്സിസ് എന്ന് പറയും. ഗ്രാഫിൽ പറയുന്ന ആക്സിസ് എത്രയാണ്? ഇപ്പം നമ്മൾ ഗ്രാഫ് പേപ്പർ എടുക്കുന്നു, ഭയപ്പെടാതിരിക്കുക. ഗ്രാഫിൽ പറയുന്ന ആക്സിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സും വൈയും ആണ്. ഇസഡും കൂടെ ചേരുമ്പോൾ 3 ഡയമെൻഷൻ. നമുക്ക് നേരെ മറിച്ച് നമ്മുടെ റിയൽ ലൈഫിൽ നോക്കുമ്പോഴത്തേക്കും എക്സും വൈയും ഇസഡും മാത്രമല്ല ടൈം ആക്സിസ് എന്നുള്ള 4th ഡയമെൻഷൻ കൂടെ ഉണ്ടെന്നാണ് എന്താണ് പെർഫെക്റ്റ് ലവ് കാസ്റ്റ് ഔട്ട് ഫിയർ. മനസ്സിലാകുന്നുണ്ടോ? ആൻഡ് ബി നോട്ട് എൻറ്റേങ്കിൾ അഗൈൻ ദി ഓക്കോമണ്ടേ. ഇവിടെ അത് സിമ്മട്രി ആണ് ഗ്രാഫ് ഗ്രിഡ്. ഈ ഗ്രാഫ് കാണുമ്പോഴേ നമുക്കറിയാം ഏതാണ്ട് സിമ്മട്രിയാണ്. അതായത് ഇതിൻ്റെ അപ്പുറം ഈക്വലാണ്. കണ്ടോ? ഇടത്തും വലത്തും ഒരുപോലെയാണ്. കണ്ടോ? ഈ സെപ്പറേറ്റ് ചെയ്തേക്കുന്ന ലൈൻ നമുക്ക് നേരെ മറിച്ച് ഇവിടെ ഹൊറിസോണ്ടലായിട്ട് നോക്കുമ്പോൾ അതിൻ്റെ അപ്പുറം എന്താണ്? ഈക്വലാണ്. അതാണ് ഗ്രാഫ് സിമ്മട്രി എന്ന് പറയുന്നത്. അത് ഫോണിൽ കൂടെ പറഞ്ഞു തരാൻ ഒക്കത്തില്ല. സിമ്മട്രി ആണ് ഗ്രാഫ് ഗ്രിഡ്, അതാണത്. അതുപോലെ റൊട്ടേഷണൽ സിമ്മട്രി, ഒരു ടൈം പീസോ ക്ലോക്കോ സങ്കല്പിക്കുക. അത് എങ്ങനെയൊക്കെ ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്? ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ എന്തോ? ക്ലോക്ക് കറങ്ങുന്ന ഇങ്ങോട്ടൊക്കെ ദിശയിൽ പോകുന്നതിന് പറയുന്നവരാണ് ക്ലോക്ക് വൈസ് എന്ന് പറയും. മലയാളത്തിൽ പറഞ്ഞാൽ പ്രദക്ഷിണം എന്ന് പറയും. ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ അപ്രദക്ഷിണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രദക്ഷിണം അല്ലാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോക്ക് കറങ്ങുന്ന ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറങ്ങുന്ന വസ്തുക്കളെ പറയുന്നവരാണ് ആൻറ്റി ക്ലോക്ക് വൈസ്. നമ്മളൊരു ബക്കറ്റ് തുറന്നിട്ടിട്ട് വെള്ളത്തിൽ കളിക്കാനല്ലേ പറയുന്നത്. പിന്നെ വെള്ളം തുറന്നിട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം ബക്കറ്റിലെ മഗ് എന്ത് ചെയ്യും? കിടന്ന് കറങ്ങും. എങ്ങനെ കറങ്ങും? ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് കറങ്ങുന്നത്. ഒരു ഫാൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഫാൻ കറങ്ങുന്നത് എങ്ങനെയായിരിക്കും? അതായത് ഒരു ഫാൻ പിന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് എന്ത് ചെയ്യും? കിടന്ന് കറങ്ങും അല്ലേ? നമ്മളൊരു സ്ക്രൂ ഇതാണ്ട് ഇങ്ങനെ ഒരു സ്ക്രൂവിന് ഇതാണ്ട് നമ്മളിങ്ങനെ ഒരു വസ്തുവിൽ നിന്ന് സ്ക്രൂവിനെ വേർപെടുത്തുമ്പോൾ എങ്ങനെയാണ് സ്ക്രൂ ഡ്രൈവർ ഇട്ട് ഇങ്ങനെ ആക്കുന്നത്? ഇതാണ്ട് ഇങ്ങനെ കണ്ടോ? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ക്ലോക്ക് വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്. ക്ലോക്ക് കറങ്ങുന്നത് വെച്ചാൽ എങ്ങനെ? നമുക്ക് 12, പിന്നെ അത് കഴിഞ്ഞ് 1, പിന്നെ അത് കഴിഞ്ഞ് 2, പിന്നെ അത് കഴിഞ്ഞിട്ട് 3, 4 അങ്ങനെ പോകും. ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. അതിനെയാണ് റൊട്ടേഷണൽ. അങ്ങനെയുള്ള ആ ഒരു അനുഭവത്തിന് പറയുന്നവരാണ് റൊട്ടേഷണൽ സിമട്രി എന്ന് പറയും. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള അനുഭവത്തിന് പറയുന്ന പേരാണ് റൊട്ടേഷണൽ സിമട്രി. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയുള്ള അനുഭവത്തിന് പറയുന്നവരാണ് റൊട്ടേഷണൽ സിമട്രി എന്ന് പറയും. Rotational symmetry in if there is a fixed point about which the object can be turned a certain number of degrees and object still looks the same. Every object has a rotational symmetry of order 1 if the object makes a rotation of 360 degree. 360 ഡിഗ്രി നമുക്ക് കറക്റ്റായിട്ട് ഇതാണ്ട് ഇങ്ങനെ തിരിച്ചിട്ട് വീണ്ടും ഇങ്ങനെ തിരിക്കുന്നു 360 തിരിക്കുമ്പോൾ പഴയ അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എന്താ പറയുക? അങ്ങനെ 360 തിരിക്കുമ്പോൾ തന്നെ നമുക്ക് പൂർവ്വാവസ്ഥ കിട്ടണമെന്നുണ്ടെങ്കിൽ 1 ഡിഗ്രി എന്ന് പറയും. മനസ്സിലായില്ലേ? 1 ഡിഗ്രി ഓഫ് അല്ലെങ്കിൽ എന്താണ് റൊട്ടേഷണൽ സിമട്രി ഓഫ് ഓർഡർ 1 എന്ന് പറയുന്നത്. ഇത് ഒറിജിനൽ, ഇത് 90 ഡിഗ്രി റൊട്ടേഷൻ, പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇത് 180 ഡിഗ്രി റൊട്ടേഷൻ, ഇത് 270 ഡിഗ്രി റൊട്ടേഷൻ, 360 എത്തിയപ്പോഴാണ് അതിൻ്റെ പഴയ അവസ്ഥ പ്രാപിച്ചത്. അങ്ങനെയുള്ളതിനെയാണ് റൊട്ടേഷണൽ സിമട്രി ഓഫ് ഡിഗ്രി 1 എന്ന് പറയും. ഈ സ്റ്റാർ നോക്കൂ. ഈ സ്റ്റാർ നോക്കുമ്പോഴത്തേക്കും എന്താണ് ഈ സ്റ്റാർ ഏതാണ്ട് മറ്റേ ടൈറ്റാൻ വെച്ചുള്ള പരസ്യം പോലെ എന്ന് പറയും പോലെ ആ ട്യൂണിൽ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരികയാണ്. അങ്ങനെ കറങ്ങി വരുമ്പോഴത്തേക്കും സ്റ്റാർട്ട്, അത് കഴിഞ്ഞിട്ട് 90, അത് കഴിഞ്ഞിട്ട് 180, അത് കഴിഞ്ഞിട്ട് 270, അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട്, അതിലേക്ക് വരുമ്പോൾ അതിൻ്റെ പൂർവ്വാവസ്ഥ അതിന് എന്ത് ചെയ്യാൻ പറ്റും? പ്രാപിക്കാൻ പറ്റും. അങ്ങനെ ആകുമ്പോഴത്തേക്കും പൂർവ്വാവസ്ഥ പ്രാപിക്കുമ്പോഴത്തേക്കും 360 ഡിഗ്രി തിരിക്കുമ്പോഴാണ് അതിൻ്റെ പൂർവ്വാവസ്ഥ അതിനെ പ്രാപിക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ
അങ്ങനെയുള്ള പിന്നെ ആ ഒരു ഓർഡറിനെ പറയുന്ന പേരാണ് റൊട്ടേഷണൽ സിമെട്രി ഓഫ് എന്താണ് ഓർഡർ 1 എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഐസോസെലസ്, അതിന് എക്സാമ്പിൾ നോക്കാം. ഐസോസെലസ് ട്രയാങ്കിൾ, സ്കാലിൻ ട്രയാങ്കിൾ, പിന്നെ കൈറ്റ് എക്സെട്ര ഹാവ് ഓർഡർ 1 എന്താണ്. അപ്പം ഭയപ്പെടാതിരിക്കുക. റൊട്ടേഷണൽ സിമെട്രി മനസ്സിലാകുന്നുണ്ടോ? ഇനി നോക്കുക ഓർഡർ 2 റൊട്ടേഷണൽ സിമെട്രി. വെൻ എ റെക്ടാംഗിൾ ഈസ് റൊട്ടേറ്റഡ് by an angle of 180 degree and 360 degree it looks the same. In the given figure you can see the symmetry of figure 1, figure 3 and figure 5. ഇവിടെ നോക്ക്, ഇതെന്താണ്? റെക്റ്റാങ്കിളാണ്. റെക്റ്റാങ്കിളിനെ 90 ഡിഗ്രി തിരിച്ചപ്പോൾ എന്തായി? അതാണ് ഇങ്ങനെയായി, മറ്റേ ചോക്ലേറ്റ് ബാർ തിരിക്കുമ്പോൾ. വീണ്ടും 180 ഡിഗ്രി, അതായത് 90 + 90 180 ഡിഗ്രി തിരിച്ചപ്പോൾ പൂർവ്വാവസ്ഥയായി. വീണ്ടും 270 ഡിഗ്രി തിരിച്ചപ്പോഴത്തേക്കും എന്താ ഇങ്ങനെയായി. പിന്നെ 360 ഡിഗ്രി തിരിച്ചപ്പോഴത്തേക്കും പഴയതുപോലെയായി. 360 ഡിഗ്രി തിരിയുന്നതിനിടയ്ക്ക് 2 പ്രാവശ്യം എന്ത് ചെയ്തു? അതിൻ്റെ പൂർവ്വാവസ്ഥ പ്രാപിച്ചു. ഒന്ന് ആൾറെഡി 360 പ്രാപിക്കും, മറ്റത് പകുതി 180 ഡിഗ്രി എത്തിയപ്പോഴേ പ്രാപിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് എത്ര പിന്നെ റൊട്ടേഷണൽ സിമെട്രി ഉണ്ട്? 2 റൊട്ടേഷണൽ സിമെട്രി ഉണ്ട്. അപ്പോൾ ഓർഡർ 2 റൊട്ടേഷണൽ സിമെട്രി ഓഫ് ഓർഡർ 2 ആണ് റെക്റ്റാങ്കിൾ എന്ന് പറയേണ്ടി വരും. ഇനി അതുപോലെ തന്നെ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിനെ നമ്മളിങ്ങനെ തിരിക്കുകയാണെങ്കിൽ 180 ഇങ്ങോട്ടൊക്കെ 120 ഡിഗ്രി ഇതാണ്ട് ഇങ്ങനെ അങ്ങ് തിരിക്കുകയാണ്. റൊട്ടേഷൻ 0 ഡിഗ്രി ഇത് ഇങ്ങനെ വരും. റൊട്ടേഷൻ ബൈ 120 ഡിഗ്രി, റൊട്ടേഷൻ ബൈ 240, റൊട്ടേഷൻ ബൈ 360 ഡിഗ്രി. അപ്പോൾ നമുക്ക് റൊട്ടേഷൻ ബൈ 0 ഡിഗ്രി ആദ്യത്തെ സ്റ്റാർട്ടിങ് 120 ഡിഗ്രി തിരിച്ചപ്പോഴും നമുക്ക് 120 ഡിഗ്രി തിരിച്ചപ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടി? 1 2 3. 240 തിരിച്ചപ്പോഴത്തേക്കും അതുകൊണ്ട് ഇവിടുന്ന് വന്ന് ഇത് 2 ഇത് 3 ആയിട്ട് മാറി. ഇനി 360 ഡിഗ്രി ആയപ്പോഴത്തേക്കും പഴയതുപോലെ എന്ത് ചെയ്തു? മാറി. അതായത് നമുക്കിങ്ങനെ തിരിക്കാം. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഷോസ് റൊട്ടേഷൻ സിമെട്രി ഓഫ് ഓർഡർ 3. 360 ഡിഗ്രി തിരിക്കുന്നതിനിടയ്ക്ക് എത്ര പ്രാവശ്യം പൂർവ്വാവസ്ഥ പ്രാപിച്ചു? 1 2 3. അപ്പം റൊട്ടേഷണൽ സിമെട്രി ഓഫ് ഓർഡർ 3 എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണ് റൊട്ടേഷണൽ സിമെട്രി കണക്കാക്കുന്നത്. താഴെ പറയുന്ന ഫിഗേഴ്സ് എല്ലാം നമുക്ക് ആ രീതിയിൽ കണക്കാക്കാൻ പറ്റും. ഇവിടെ നമുക്ക് സ്ക്വയർ എന്ന് പറഞ്ഞാലും ഏതാണ്ട് അതുപോലെ തന്നെ. അത് 90 ഡിഗ്രി തിരിച്ചാലും പിന്നെ 180 ഡിഗ്രി തിരിച്ചാലും 360 ഡിഗ്രി തിരിച്ചാലും അതിൻ്റെ റൊട്ടേഷൻ സിമെട്രിക്ക് മാറ്റമില്ല. അപ്പോൾ നമുക്ക് 360 ആവുന്നതിന് മുമ്പ് അതിന് എത്ര പ്രാവശ്യം മാറി? ഫിഗർ 1 2 3. അപ്പം അതിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദ സ്ക്വയർ ഒബ്ജക്ട്സ് ആർ 4 റൊട്ടേഷൻ സിമെട്രി. റൊട്ടേഷൻ സിമെട്രി 90ലും 180ലും 270ലും 360ലും ഒരുപോലെയാണ് ഇരിക്കുന്നത്. അതായത് പൂർണ്ണമായ കറക്കം വരുന്നതിന് മുമ്പ് 4 പ്രാവശ്യം അത് ഒറിജിനൽ അതിൻ്റെ എന്താണ് ഓറിയൻറ്റേഷൻ പ്രാപിച്ചു. അങ്ങനെയുള്ളതിനെ നമുക്ക് എന്താ പറയാം? 4 പ്രാവശ്യമാണ് പ്രാവശ്യം അല്ലേ? അപ്പം റൊട്ടേഷണൽ സിമെട്രി ഓഫ് ഓർഡർ 4 എന്ന് പറയാൻ പറ്റും. പെർഫെക്റ്റ് ലവ് കാസ്റ്റ് ഔട്ട് ഫിയർ. മനസ്സിലായില്ലേ? റൊട്ടേഷണൽ സിമെട്രി ഓഫ് ഓർഡർ 4 എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭയമില്ലാതെ പറയാൻ പറ്റും. സി വൺ മോർ ഇമേജ് ദാറ്റ് ഷോസ് റൊട്ടേഷണൽ സിമെട്രി ഓഫ് ഓർഡർ 4. മനസ്സിലായില്ലേ? മറ്റൊരു ഉദാഹരണം കണ്ട് ഈ പറയുന്ന ഉദാഹരണം കണ്ടോ? നോക്ക്, എങ്ങനെയൊക്കെ തിരിച്ചാലും ഈ പറയപ്പെട്ട സ്ക്വയറിൻ്റെ രൂപത്തിലുള്ള ഫാൻ അത് കണ്ടോ? റൊട്ടേഷണൽ സിമെട്രി ഓഫ് ഓർഡർ 4 മറ്റൊരു എക്സാമ്പിൾ. അതുപോലെ പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ എന്താ? റെഗുലർ പെൻറ്റഗൺ എന്ന് കഴിഞ്ഞാൽ 5 സൈഡ്സ് ആണ്. റെഗുലർ എന്ന് വെച്ചാൽ എല്ലാ സൈഡും ഒരുപോലെ ഇരിക്കുന്ന പെൻറ്റഗണാണ് റെഗുലർ പെൻറ്റഗൺ. റെഗുലർ ഹെക്സഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൈഡും ഒരുപോലെ ഇരിക്കുന്ന ഹെക്സഗണിനെയാണ് റെഗുലർ ഹെക്സഗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താണ്? പിന്നെ ഇതിൻ്റെ ഓർഡർ എങ്ങനെയൊക്കെ തിരിച്ചാലും ഇതിൻ്റെ രൂപത്തിനൊരു മാറ്റമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും റൊട്ടേഷണൽ സിമെട്രി ഓഫ് ഓർഡർ 5 എന്ന് നോക്കുകയാണെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ റെഗുലർ പെൻറ്റഗൺ ആസ് ഓർഡർ 5 റൊട്ടേഷണൽ സിമെട്രി. ഇത് ഒറിജിനൽ റൊട്ടേഷൻ ബൈ 72, റൊട്ടേഷൻ ബൈ 144, റൊട്ടേഷൻ ബൈ 216, റൊട്ടേഷൻ ബൈ 288, റൊട്ടേഷൻ ബൈ 360. മനസ്സിലായില്ലേ? ഒരു ജോമെട്രിക്കൽ ഫിഗറിന് എത്രയാണ് ടോട്ടൽ ആംഗിൾ ഉണ്ടെന്ന് കാണാൻ ഒരു ഫോർമുല ഉണ്ട്. n-2 × 180 എന്ന് പറയും. ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര സൈഡുണ്ട്? n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ്സ് ആണ്. ട്രയാങ്കിൾ 3 സൈഡ്സ്. അപ്പോൾ 3 - 2 എത്രയാണ്? 1. 1 × 180 ആണ് 180. അങ്ങനെയാണ് 180 കിട്ടിയത്. സ്ക്വയറിനാകുമ്പം എത്ര സൈഡുണ്ട്? 4. അപ്പോൾ n-2 എന്ന് പറഞ്ഞാൽ എത്ര? 4 - 2. എന്നിൻ്റെ സ്ഥാനത്ത് 4. 4 - 2 is 2. 2 × 180 360. അങ്ങനെയാണെങ്കിൽ പെൻറ്റഗൺ ആകുമ്പോൾ 5 സൈഡ്സ് ഉണ്ട്. അപ്പോൾ n-2 എന്ന് പറയുമ്പോൾ 5 - 2 അത് ബ്രാക്കറ്റിനകത്താണ്. ഇൻറ്റു 180 എന്ന് പറയുമ്പോഴത്തേക്കും ടോട്ടൽ എത്ര വരും? 5 - 2 3 × 180 അല്ലേ? അപ്പോൾ 180 × 3 എന്ന് പറയുമ്പോഴത്തേക്കും 18 3 54. 18 × 3 54. ഒരു 0 540. പെൻറ്റഗണിൻ്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 540 ഡിഗ്രി ആയിരിക്കും. നമുക്ക് ഭയമില്ലാതെ പറയാൻ പറ്റും. മനസ്സിലായില്ലേ? ഇതിൻ്റെയൊക്കെ റൊട്ടേഷണൽ സിമെട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 5 ആണ്. മനസ്സിലായില്ലേ? ഇനി അതുപോലെ തന്നെ റൊട്ടേഷണൽ സിമെട്രി ഇൻ ലെറ്റേഴ്സ് ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ്. അതുകൊണ്ട് എച്ച് ഇവിടെ നോക്ക്. എച്ച് ഒറിജിനൽ 90 ഡിഗ്രി തിരിച്ചപ്പോൾ അതുകൊണ്ട് എച്ച് ഈ കോലമായി.
180 ഡിഗ്രി തിരിച്ചപ്പോൾ എച്ചിൻ്റെ കോലം ഇതാ ഇങ്ങനെയായി. ഇനി 270 ഡിഗ്രി തിരിക്കുമ്പോൾ ഏതാണ്ട് ഇതുപോലെ ഇരിക്കും. 360 ഡിഗ്രി തിരിക്കുമ്പോൾ പഴയതുപോലെ ആയി. അപ്പം 360 ഡിഗ്രി തിരിക്കുന്നിടയ്ക്ക് എച്ച് 2 പ്രാവശ്യം ഒറിജിനൽ സെറ്റ് അച്ചീവ് ചെയ്തു. അപ്പോൾ ലൈൻസ് ഓഫ് സിമെട്രി പിന്നെ സിമെട്രി ഓഫ് ഓർഡർ നമുക്ക് എന്താണ് 2 എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അതായത് എച്ചിന് മനസ്സിലായില്ലേ? അതിനെ ബേസ് ചെയ്താണ് ഈ ക്വസ്റ്റ്യൻസൊക്കെ. സെമി സർക്കിൾ, റെഗുലർ പെൻറ്റഗൺ, കൈറ്റ്, റെഗുലർ ഹെക്സഗൺ, സ്ക്വയർ, ഐസോസിലസ് ട്രയാങ്കിൾ, ലൈൻസ് ഓഫ് സിമെട്രി പറയുന്നത് റെസ്പെക്റ്റീവ്ലിയാണ്. അതായത് 1, 5, 1, 6, 4, 1. സെമി സർക്കിൾ 1, റെഗുലർ പെൻറ്റഗൺ 5, കൈറ്റ് 1. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും, ഇത് പഠിക്കണം. റെഗുലർ ഹെക്സഗൺ 6, സ്ക്വയർ 4, അതുപോലെ ഐസോസിലസ് ട്രയാങ്കിൾ 1. അത്രയും എന്താണ് ലൈൻസ് ഓഫ് സിമെട്രി ഉണ്ട്. റൊട്ടേഷണൽ സിമെട്രി അതുപോലെ തന്നെയുണ്ട്. 1, 5, 1, 6, 4, 1 തന്നെയാണ് റൊട്ടേഷണൽ സിമെട്രിയും ലൈൻസ് ഓഫ് സിമെട്രിയും. ഏതിൻ്റെ? സെമി സർക്കിൾ, റെഗുലർ പെൻറ്റഗൺ, കൈറ്റ്, റെഗുലർ ഹെക്സഗൺ, സ്ക്വയർ, ഐസോസിലസ് ട്രയാങ്കിൾ. ഇനി ഇംഗ്ലീഷ് ആൽഫബറ്റ് നോക്കുകയാണെങ്കിൽ ZHOSECI. നമ്പർ ഓഫ് ലൈൻസ് ഓഫ് സിമെട്രി ഇവിടെ എത്രയാണ്? 0 ആണ്. അടുത്ത എന്താണ്? 2 ആണ്. അടുത്തത് ഇൻഫിനിറ്റ് ആണ്. മനസ്സിലായില്ലേ? അടുത്ത 0, 1, 1, 2. റൊട്ടേഷണൽ സിമെട്രി ഓഫ് ഓർഡർ മോർ ദാൻ 1. കുട്ടുവാനല്ലേ ഇരിക്കുന്നത്? പിന്നെ ഓർഡർ ഓഫ് റൊട്ടേഷണൽ സിമെട്രി അക്കോർഡിംഗ് ടു യു. ഓർഡർ ഓഫ് റൊട്ടേഷണൽ സിമെട്രി ഇതാ ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. അക്കോർഡിംഗ് ടു യു ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. ഇതാണ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിനകത്ത് എന്തായാലും 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് പഠിക്കുക. മനസ്സിലായില്ലേ? ആ പോയിൻറ്റ്സ് ഒന്നുകൂടെ റിമെമ്പർ ചെയ്യുക. ഫോർ 2 ഒബ്ജക്ട്സ് ടു ബി സിമെട്രിക്കൽ they must be of the same size and shape. There are 3 types of symmetry: linear symmetry, reflection symmetry, പിന്നെ rotational symmetry. Symmetrical figure always has a lines of symmetry. Letters of English alphabet have both horizontal and vertical lines of symmetry. Letter O and circle have infinite lines of symmetry. And we note ending like in the Yokomonde. A regular polygon has as many lines of symmetry as the number of sides. Regular എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ സൈഡും ഈക്വലാണ്. Every object has a rotational symmetry of order 1 if the object make a rotation of 360 degree. A transformation in which a figure is turned about a fixed point is called a rotation. The fixed point is called the center of rotation. Pulling down a straw holes. The angle of rotation can be calculated by the formula 360 by n degree. A square has order 4 rotational symmetry and a pentagon has order 5 rotational symmetry. കാരണം സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആൾറെഡി 4 ആണ്. റെഗുലർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ തന്നെ റെഗുലർ റെക്റ്റാങ്കിളാണ് അല്ലേ, റെഗുലർ ക്വാഡ്രിലേറ്ററലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓർഡർ 4 ആയിരിക്കും അതിനുള്ളത്. അതുപോലെ തന്നെ പെൻറ്റഗൺ ആകുമ്പോൾ ഓർഡർ 5 ആയിരിക്കും അതിനുള്ളത് റൊട്ടേഷണൽ സിമെട്രി. മനസ്സിലായില്ലേ? ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ നേരത്തെ വരപ്പിച്ചതും അതിൻ്റെ ബേസ്പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്നുകൂടെ നോക്കി ചിന്തിച്ച് ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്യുക. ഈ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുക. അതിൽ നിന്ന് തന്നെ മിക്കവാറും 50% മാർക്ക് 55% മാർക്ക് മിക്കവാറും അതിൽ നിന്ന് തന്നെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ വരയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പേരും സൈഡിൻ്റെ പേരും എത്രയാണ് മെഷർമെൻറ്റ്, എത്ര സെൻറ്റിമീറ്റർ എന്നൊക്കെ മറക്കാതെ മാർക്ക് ചെയ്യുക. അതാകുമ്പോൾ അതൊക്കെ കിട്ടും. ഇനി അടുത്ത വരാൻ പോകുന്ന ചാപ്റ്റർ ഇപ്പോഴില്ല, 3D in 2D. അതിന് 8, 9, 10 വളരെ ഉപകാരപ്പെടും. ഈ ബേസ് പഠിച്ചാണ് നമുക്ക് 8, 9, 10 കണക്കുകൾ എന്ത് ചെയ്യുന്നത് നിഷ്പ്രയാസം സോൾവ് ചെയ്യാൻ പറ്റുന്നത്. ഈ ബേസ് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 8, 9, 10 കണക്കുകൾ സുഖമായിട്ട് നമുക്ക് സോൾവ് ചെയ്യാനും ജയിക്കാനും പറ്റത്തുള്ളൂ. ക്രൈസ്റ്റ് നമ്മളെ സഹായിക്കും. എങ്കിലും അത് 3 ഡയമെൻഷനിലായിട്ട് എടുക്കാൻ പറ്റും. ഇനി വരും സമയത്തുള്ളതാണ്, ഇനി വരും. അത് ടീച്ചർ പഠിപ്പിക്കാൻ അന്നേരം ഞാൻ പറഞ്ഞുതരാം. നമ്മളെ തീപ്പട്ടി കൂടൊക്കെ ക്യൂബോയിഡാണ്. അതുപോലെ നമ്മൾ ഈ ഡൈസൊക്കെ അറിയത്തില്ലേ, മറ്റേ പാമ്പും കെട്ടും കളിക്കുന്ന മറ്റേ ഡൈസ് ഉണ്ടല്ലോ, അതൊക്കെ പിന്നെ ക്യൂബാണ്. ലെങ്ത്തും ബ്രെഡ്ത്തും ഡെപ്ത്തും ഈക്വലാണ്. ഇപ്പം ന്യൂ ജെറുസലേം എന്ന് പറയുന്നത് ലെങ്ത്തും ബ്രെഡ്ത്തും ഡെപ്ത്തും ഈക്വലാണ്, ക്യൂബ് പോലെയാണ്. നമ്മൾ തീപ്പട്ടി കൂടെ ഉണ്ടല്ലോ, അത് ക്യൂബോയിഡാണ്. അത് ഡിഫറൻ്റ് ആണ്. ലെങ്ത്തും ബ്രെഡ്ത്തും ഡെപ്ത്തും ഈക്വൽ അല്ല. അങ്ങനെയുള്ളത് തീപ്പട്ടി കൂടെ. അതിൻ്റെ ആ ഷേപ്പിന് പറയുന്ന പേരാണ് ക്യൂബോയിഡ് എന്ന് പറയും. ക്യൂബോയിഡ് എന്ന് പറയുന്നത് തീപ്പട്ടി കൂടിൻ്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത്, ജോമെട്രിക്കൽ നെയിം എന്ന് പറഞ്ഞാൽ ക്യൂബോയിഡാണ്. പുള്ളിങ് ജനസ്റ്റർ ഹോൾസ്. പിന്നെ അതുപോലെ നമുക്ക് ചുറ്റും കാണുന്ന പർവ്വതങ്ങൾ, പ്രകൃതി, ഇതൊക്കെ നമുക്ക് 3 ഡയമെൻഷണൽ ഫിഗേഴ്സായിട്ട് എടുക്കാൻ പറ്റും. നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഒബ്ജക്ട്സ്,
ഒബ്ജക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോമെട്രി ബോക്സ്, വസ്ത്രങ്ങൾ, പിന്നെ അതുപോലെ തന്നെ വീട്, ബ്രിക്സ്, കല്ല് എന്നൊക്കെ കാണുന്ന എന്താണ്, അത് ചിത്രമല്ല, അതൊക്കെ 3D ആണ്. നേരെ മറിച്ച് നമ്മൾ ടി വിയിലും മൊബൈൽ സ്ക്രീനിൽ കൂടെ കാണുന്ന വസ്തുക്കളൊക്കെ 3D ആയിട്ട് തോന്നിപ്പിക്കും, പക്ഷേ യഥാർത്ഥത്തിൽ അത് 2D ആണ്. റിയൽ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് എന്നെല്ലാം എന്താണ് 3D ആണ്. ഫൈനൽ എക്സാം എന്തായാലും നന്നായിട്ട് പഠിക്കുക. ഈ ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് 8ലും 9ലും 10ലും ഇനി വലിയ വലിയ കണക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ആൾജിബ്രയിൽ മെട്രിക്സ് ഒക്കെ വരുന്നുണ്ട്. മെട്രിക്സ് എന്നൊക്കെ പറയുന്നത് ആൾജിബ്രയുടെ വേറെ ഫോമാണ്. അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. പണ്ട് ചില ആളുകളൊക്കെ ഡിഗ്രി കഴിഞ്ഞിട്ട് PGDCക്കൊക്കെ പോകുമ്പം പിന്നെ ടേബിൾസൊക്കെ വരയ്ക്കത്തില്ല, അതുപോലെയൊക്കെ മാത്സിലെ വലിയ പ്രശ്നങ്ങൾ എക്സിൻ്റെയും വൈയുടെ ഇസഡിൻ്റെയും ഡബ്ല്യുടെയൊക്കെ വാല്യൂസ് നമുക്ക് നിഷ്പ്രയാസം ആസാനീസയെ സോൾവ് ചെയ്യാൻ പറ്റും. ഹിന്ദിയിൽ ആസാനീസ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഷ്പ്രയാസം എന്നാണ്. ചില പറയില്ല ആസാനീസയെ കരം എന്ന് പറയത്തില്ല. അതിൽ നിന്ന് ചോദിക്കാം, ഒരു പ്രോബബിലിറ്റി പറഞ്ഞതാണ്. എന്തായിരുന്നാലും നന്നായിട്ട് പഠിക്കുക. തികഞ്ഞ എന്താണ് പെർഫെക്റ്റ് ലവ് കാസ്റ്റ് ഔട്ട് ഫിയർ. നമ്മൾ ഭയപ്പെടാതെ ഫേസ് ചെയ്യുക. അതിനി വരും കാലങ്ങളിൽ നമുക്ക് നോക്കാം. ഭയമില്ലാതെ ജീവിക്കാം.